ജുമയും കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ചെക്കന്മാരെ നമ്മളെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വിവരം ഞാൻ നമ്മളെ ടീംസ് ജസീൽ ആൻഡ് മുബാരിസ് ഇവരെ രണ്ടുപേരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം MBA വേണ്ടി കൊടുത്തത്. അതിൽ ജസീലെ ഓൾമോസ്റ്റ് സ്റ്റഡീസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. മുബാരിസ് ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. നാൻജിങ്ങിലാണ് ഇവർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് മാത്രമല്ല നമ്മളെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഇടയ്ക്ക് ഒഴിവിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങാറൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഗോവാൻസോലുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവരും ഇവിടെ ഉണ്ട് ഇറങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ മീറ്റ് ആക്കിയ കേട്ടോ. എവിടേക്ക് നമ്മൾ പോണടാ? മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വരണ്ടേ? അതെ, ഞങ്ങൾ എല്ലാവരും കൂടെ കുടുങ്ങേണ്ട ഒരു മട്ടൻ ബിരിയാണി കഴിക്കാൻ പോവാ. ഗോവാൻസോയിൽ വന്നു കഴിഞ്ഞാൽ ഫുഡിനൊരു ക്ഷാമല്ല, എന്ത് ഫുഡും കിട്ടും. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് അദറുൽ മൗത്തിലാണ്. ഗോവാൻസോ ഷോബയിലുള്ള രണ്ട് നല്ല കിടിലും അറേബ്യൻ ഫുഡ് കിട്ടുന്ന സ്പോട്ടാണ്. ഒന്ന് അദറുൽ മൗത്ത്, ഒന്ന് സദാ. ഇവിടെ എപ്പോഴും ഉള്ള കാഴ്ചയാണ്, ഇവിടുത്തെ മുട്ട തിരക്കാണ് ഫുഡിന് വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ച് കഴിയാനായി ടേബിളിന്റെ അടുത്ത് പോയി നിൽക്കണം, എന്നാലേ നമുക്ക് അടുത്തൊരു ഇരിക്കാൻ സീറ്റ് ഇട്ടു. ഇവിടുത്തെ മട്ടൻ ബിരിയാണി പിന്നെ പണ്ടേ ഫേമസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയൊരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത് മാത്രമല്ല ഒരു ഗ്രില്ലഡ് ചിക്കൻ ഓർഡർ ചെയ്തു. അതിന്റെ സമയത്ത് മുബാരിസ് പറയുന്നത് ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് വേറൊക്കെ സെറ്റ് ആവട്ടെ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബിരിയാണി വന്നത് മാത്രമേ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഓർമ്മയുള്ളൂ. നല്ല കനത്ത ബോളിംഗ്. കാരണം നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക മട്ടൻ ബിരിയാണി ഇതുപോലെ ജ്യൂസി ആയിട്ടുള്ള മട്ടനും അതുപോലെ നല്ല അതൊക്കെ അനുസരിച്ചിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇപ്പോഴാണ്. ഫുഡൊന്നും ഒന്നും പറയല്ല കേട്ടോ, ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ്. ഇനി അടുത്തൊരു സദയിലൊരു കുഴിമന്തി കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ മുന്നേ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാകട്ടെ. അപ്പൊ ചൈനയിലെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സൈ ചെയ്യുക.